അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ ദിവസവും ചെറിയ ചെറിയ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ഓരോരോ വിഷയവും വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ചെറിയൊരു നിലക്ക് പറയുന്നതിൻ്റെ ലക്ഷ്യം അതെങ്കിലും പൂർണ്ണമായും നിങ്ങൾ കേൾക്കണമെന്നാണ്. കാരണം റമദാൻ മാസത്തിൽ അതെങ്കിലും കേട്ട് നാം ആ ഒരു പുണ്യം കരസ്ഥമാക്കുക. അതല്ലാതെ കുറേ പറയുമ്പോൾ പ്രയാസമുണ്ടാവരുത് എന്ന നിലക്കാം. അതല്ലെങ്കിൽ പറയുന്ന ഓരോരോ വിഷയത്തിനും വിശദീകരിക്കുകയാണെങ്കിൽ ഒരൊറ്റൊരു വിഷയം തന്നെ നമുക്ക് റമദാൻ മാസം മൊത്തം പറയാനുണ്ടാകും. അതുകൊണ്ട് ചെറിയ വിഷയം പറയുമ്പോൾ, ചെറിയ സമയത്തിൽ ഒതുക്കുമ്പോൾ അത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫി റമളാന, ഒരുത്തൻ റമളാൻ മാസത്തിൽ ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നാൽ, അഥവാ ഇൽമ് കേട്ടാൽ, അറിവ് കേട്ടാൽ, എല്ലാ മാസവും എപ്പോഴും നമുക്കതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും റമളാനിൽ നമ്മുടെ നാടുകളിൽ നമുക്ക് എവിടെയും ഇൽമിൻ്റെ സദസ്സുകൾ ധാരാളം ലഭിക്കാറുണ്ട്. ധാരാളം പണ്ഡിതന്മാർ പല നിലക്കും ഇൽമ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നോമ്പിൻ്റെ മസ്അലകൾ, നിസ്കാരത്തിൻ്റെ മസ്അലകൾ, മറ്റുള്ള വിഷയങ്ങൾ നമ്മോട് വാദ് പറയാറുണ്ട്. പള്ളികളിൽ പ്രത്യേകിച്ചും എല്ലാ ദിവസവും അല്ലെങ്കിൽ പലപ്പോഴും വാദുകൾ നടക്കാറുണ്ട്. അതൊക്കെ നടക്കുന്ന സമയത്ത് നാം അവിടെ ഇരിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം, ഇൽമ് കേൾക്കണം. ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെയും ധാരാളം കേൾക്കണം. റമദാൻ മാസത്തിലാകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റമദാൻ മാസത്തിൽ ഒരാൾ ഇൽമിൻ്റെ സദസ്സിൽ പോയി ഇരുന്നാൽ, ഇൽമ് ശ്രദ്ധിച്ചാൽ, ആ പുണ്യം കരസ്ഥമാക്കിയാൽ, കതബല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത്ത് സന, ഒരു ചവിട്ടടിക്ക് ഒരു കൊല്ലത്തെ ഇബാദത്ത് അല്ലാഹു തആല അവനിക്ക് നിശ്ചയിക്കുമെന്നാണ്. ഇൽമിൻ്റെ സദസ്സിലേക്ക് നടന്നാൽ, ഇൽമ് കേൾക്കാൻ വേണ്ടി പോയാൽ, ഒരു ചവിട്ടടിക്ക് ഒരു വർഷത്തെ ഇബാദത്ത്. ഞാൻ പറഞ്ഞത്, ഇൽമ് കേട്ടാൽ ഒരുപാട് നമുക്ക് പുണ്യങ്ങൾ നേടാൻ കഴിയും. അതുകൊണ്ട് എത്ര അധ്വാനിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഇൽമ് കേൾക്കണം. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കണം. ആ കേൾക്കുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കണം, ഇൽമിൻ്റെ സദസ്സാണല്ലോ, അതിൻ്റെതായ ഒരു പുണ്യം എനിക്കുണ്ടാവും. ഒരു പക്ഷേ നാം പറയുന്നത്, അതല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞു തരുന്ന ഇൽമ് പലപ്പോഴും നാം കേട്ടവരായിരിക്കാം, അറിയുന്നവരായിരിക്കാം, നമുക്ക് അറിയുന്ന വിഷയം തന്നെയായിരിക്കാം. എന്നാലും അതൊരു ഇൽമാണല്ലോ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യുന്നത്, അത് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന നിലയ്ക്ക് വളരെ നല്ല ഭയഭക്തിയോടുകൂടി ഇൽമുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. വയക്കൂനുമായി തഹ്തൽ അർഷ്, എൻ്റെ കൂടെ അവൻ അർഷിൻ്റെ ചുവടെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ ഇൽമ് പൂർണ്ണമായും എവിടെയാണെങ്കിലും റമദാൻ മാസത്തിൽ പ്രത്യേകമായി അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ധാരാളം ഇൽമുകൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.